പൂർത്തിയായും സമ്മതിക്കണമെന്ന് ഇല്ല. അതുകൊണ്ട് ഇനി മറ്റൊരാൾ പറയുന്നത് കൂടെ കേൾക്കാം. ദാവീദ് എന്താണ് ഇതേക്കുറിച്ച് പറഞ്ഞത്? മനുഷ്യായുസിനെ കുറിച്ച് 39-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. ദാവീദ് അവിടെ പാടിപ്പറഞ്ഞതൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഹല്ലേലൂയ. ഇതാ എൻ്റെ നാളുകൾ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഈ 4 വിരൽ നീളമെന്ന് വെച്ചാൽ എന്തോരം നീളം കാണും. നമ്മൾ മലയാളികൾ മഹാബുദ്ധിമാന്മാരാ. അത് തെക്കോട്ട് വന്നാലും വടക്കോട്ട് ചെന്നാലും ഒരുപോലെ നമ്മൾ മഹാബുദ്ധിമാന്മാരാ. ലോകത്തെവിടെ ചെന്നാലും മലയാളി മഹാബുദ്ധിമാനാ. മലയാളിയുടെ ബുദ്ധി കൃത്യമായി കടലാസിൽ എഴുതണമെങ്കിൽ ബുദ്ധി എന്ന് എഴുതുന്നതിന് മുമ്പ് 2 അക്ഷരം ആദ്യം എഴുതണം. അക്ഷരം 1 വ, അക്ഷരം 2 ക്ര, ശേഷം ബുദ്ധി എന്ന് എഴുതിയാൽ മലയാളിയുടെ ബുദ്ധി പൂർണ്ണമായി. ഞാനൊരു പാവമായതുകൊണ്ട് പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും ബുദ്ധിയുള്ള നമ്മൾ മലയാളികൾ ഈ 4 വിരൽ എങ്ങനെയാണ് അളക്കുക? ഇങ്ങോട്ട് നോക്കുക. 1 വിരൽ നീളം ഇത്രയുമുണ്ട്, 2 ഇത്രയുമായി, 3, 4, ആഹ അത്രയുമുണ്ടല്ലോ. ആ എണ്ണലാണ് നമുക്കുള്ളത്. എന്നാൽ ഈ ദാവീദ് പറഞ്ഞ 4 വിരൽ നീളം എത്ര എന്നറിയാമോ? ഒരു കൈയുടെ 4 വിരൽ ചേർത്ത് പിടിക്ക്. 1, 2, 3, 4 എന്നാണ്. 1 വിരൽ കൊണ്ടളന്നാൽ 1.5 സെന്റിമീറ്റർ ഇനിയും ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്രയേ ഉള്ളൂ എന്റെയും നിന്റെയും ആയുസിന്റെ നീളം. അതെ, അത്രയും മാത്രം. എൻ്റെ ആയുസ് ദൈവം മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും, ഏത് കുലീനനും, ഏത് കുബേരനും, ഏത് പണ്ഡിതനും, ഏത് ശ്രേഷ്ഠനും, ഏത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനും, ഏത് ഉന്നത കുലജാതനും, എത്ര വലിയ ആരോഗ്യമുള്ള ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം, പുറത്തേക്ക് പോയ ശ്വാസം തിരിച്ചകത്തേക്ക് എടുക്കാൻ ഒത്തില്ലെങ്കിൽ ആളെ പെട്ടിയിലേക്ക് എടുക്കണം. അത്രയേ ഉള്ളൂ ഞാനും നീയും. അത്രമാത്രം. ആമേൻ. എനിക്ക് മുമ്പിൽ സമയം വളരെ, എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഇതെന്താ സർവേ കല്ലുകളോ? എന്താ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്? കൈ കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്കിൽ കൈ തട്ടിപ്പാട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഓ, ഞാൻ പറന്നു വേഗമെൻ പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും. ഹല്ലേലൂയ. ഞാൻ പറന്നു വേഗമെൻ പ്രിയനോടു ചേരും. പാട്ടുകാരിവിടെ ചുമ്മാ ഇരിക്കുക. അവരച്ചിലിട്ട് കൊടുത്ത പാട്ട് മാത്രമേ പാടുന്നുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാട്ടുകാരൻ പാടിയത് പച്ചപ്പരമാർത്ഥമാണ്. എൻ്റെ യാത്രയുടെ നാളുകൾക്ക് ആകെയുള്ള ദൈർഘ്യം 4 വിരൽ നീളം. അപ്പോൾ യാക്കോബ് പറഞ്ഞതിന് ദാവീദ് അടിവരയിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. പക്ഷേ അതുകൊണ്ട് നിർത്തണ്ട. ഇയ്യോബ് ഇതേക്കുറിച്ച് എന്താണാവോ പറഞ്ഞിട്ടുള്ളത്? ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇയ്യോബ് വരച്ചിട്ട വരികൾ ഇങ്ങനെയാണ്: എൻ്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയേറിയത്, പ്രത്യാശ കൂടാതെ അത് കഴിഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയേറിയത്, പ്രത്യാശ കൂടാതെ അത് കഴിഞ്ഞു പോകുന്നു. ഈ നെയ്ത്തോടം എന്ന് പറഞ്ഞാൽ എന്താണാവോ? വസ്ത്രം നെയ്യുന്ന തറിയിൽ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു ഉപകരണത്തിൻ്റെ പേരാണ് നെയ്ത്തോടം. പ്രിയപ്പെട്ടവരെ, വസ്ത്രം നെയ്യുന്ന തറിയിൽ ആയിരക്കണക്കിന് പാവുനൂലുകൾ നീളത്തിൽ വലിച്ചു കെട്ടിയാൽ അത് വസ്ത്രമാകില്ല. 1.5 വീട്ടിലുള്ള പാവുനൂലുകൾക്കിടയിലൂടെ കൃത്യത തെറ്റാതെ കുറിയ നൂലുകൾ ഇടത്തോട്ടും വലത്തോട്ടും കൃത്യമായി പാകണം. ഈ പ്രവൃത്തി ചെയ്യുന്ന ഉപകരണത്തിൻ്റെ പേരാണ് നെയ്ത്തോടം.
വസ്ത്രം നെയ്യുന്ന തറയില് പാവുനൂല് വലിച്ചു കെട്ടിയിട്ട് നൂല് സെറ്റ് ചെയ്ത് നെയ്ത്തോടത്തിന് കണക്ഷൻ കൊടുത്തിട്ട് നെയ്യുന്ന ആള് ഇപ്പൊ യന്ത്രമാ നെയ്യുന്നത്. പണ്ട് കൈത്തറി നെയ്യുമ്പോൾ രണ്ട് കയ്യും രണ്ട് കാലും ഉപയോഗിച്ചാണ് വസ്ത്രം നെയ്യുന്നത്. വലത് കാൽ ചവിട്ടി താഴ്ത്തുമ്പോൾ വലിച്ചു കെട്ടിയ പാവുനൂലുകൾ ഒന്നിനു പെട്ടുള്ള നൂലുകൾ താഴും, ഒന്നിനു പെട്ടുള്ള നൂലുകൾ ഉയർന്നു നിൽക്കും. ഇടയിൽ ഉണ്ടായി വരുന്ന ഗ്യാപ്പിലൂടെ നെയ്ത്തോടം എന്ന കൊച്ചുപകരണം കടകടാ ശബ്ദത്തോടെ കുറിയ നൂലുമായി ഇടത്തോട്ടോടും. അപ്പോൾ അയാൾ പിടിച്ചു നിർത്തിയിട്ട് വലത് കാൽ പൊക്കി ഇടത് കാൽ താഴ്ത്തും, മറ്റൊരു ഗ്യാപ്പ് രൂപം കൊള്ളും. കടകടാ ശബ്ദത്തോടെ നെയ്ത്തോടം കുറിയ നൂലുമായി വലത്തേക്കോടും. ഹാലേലൂയാ! പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് 210 പ്രാവശ്യമെങ്കിലും നെയ്ത്തോടം കടകടാ 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 ശബ്ദത്തോടെ ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും കൊടുങ്കാറ്റ് വേഗത്തിൽ ഓടുമെന്നാണ് പറയുന്നത്. ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെ പ്രാവശ്യം മാത്രം മിടിക്കുമ്പോൾ അതിന്റെ 3 മടങ്ങ് പ്രാവശ്യം ഓടുന്ന ഉപകരണത്തിന്റെ പേരാണ് നെയ്ത്തോടം. ഹല്ലേലൂയാ! എന്റെ പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് പറയുന്നു, എന്റെ നാളുകൾക്ക് നെയ്ത്തോടത്തിലും വേഗത കൂടുതലാണെന്ന്. ഇയ്യോബ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അന്ന് വരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വേഗം കൂടിയ സാധനമാണ് നെയ്ത്തോടം. അതുകൊണ്ടാണ് ഇയ്യോബ് അതേക്കുറിച്ച് രേഖപ്പെടുത്തിയത്. ഇപ്പോഴെങ്ങാനുമാണ് ഇയ്യോബ് ജീവിച്ചിരുന്നതെങ്കിൽ ഈ വാക്യം ഇങ്ങനെയാകില്ല. എന്തുകൊണ്ടെന്നാൽ റോഡിനെ കീറിമുറിച്ച് 200-300 കിലോമീറ്റർ വേഗത്തിലാണ് മോട്ടോർ കാറുകൾ ചീറിപ്പായുന്നത്. ചൈനയിലും ജപ്പാനിലും 600-700 കിലോമീറ്റർ വേഗത്തിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ചീറിപ്പായുന്നതായി വാർത്ത വന്നു. നമ്മുടെ നാട്ടിലും വന്നേക്കാം. നമ്മുടെ മക്കടെ കാലത്തെങ്ങാനും നമ്മൾ കാണില്ല. കാരണം ഇത് ഇന്ത്യയാണ്. പ്രിയപ്പെട്ടവരെ, ആകാശവിഹായസിനെ കീറിമുറിച്ച് 1000കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ എയർക്രാഫ്റ്റുകൾ ചീറിപ്പായുന്നു. തീർന്നില്ല. ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വേഗം കൂടിയ സൂപ്പർസോണിക് വിമാനങ്ങൾ ശബ്ദാതിവേഗത്തിൽ ചീറിപ്പായുകയാണ്. ഇപ്പോഴാണ് ഇയ്യോബ് ഈ വരികൾ വരച്ചിട്ടതെങ്കിൽ ഈ വരയ്ക്കുക ഇങ്ങനെയായിരിക്കും: എന്റെ നാളുകൾ സൂപ്പർസോണിക് വിമാനത്തേക്കാൾ വേഗതയേറിയത്, അത് പ്രത്യാശ കൂടാതെ കഴിഞ്ഞു പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത്ര വേഗത്തിൽ ഓടിപ്പോവുകയാണ് നമ്മുടെ നാളുകൾ. അവിടെയും തീർന്നിട്ടില്ല. നമുക്ക് അടിവരയിട്ട് പറയാം, ആമേൻ, എനിക്ക് മുമ്പിൽ സമയം വളരെ. എങ്കിൽ പിന്നെ മോശ എന്താണ് പറഞ്ഞതെന്നും കൂടെ നമുക്ക് ആരാഞ്ഞു നോക്കാമല്ലേ? വായിച്ച സങ്കീർത്തനം 90-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗവും 6-ാം വാക്യവും ചേർത്ത് വെച്ചാൽ മോശ ഇങ്ങനെ പാടി വച്ചിട്ടുണ്ട്: അവർ മനുഷ്യർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് അതിരാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരത്തിലോ അരിഞ്ഞു വാടിപ്പോകുന്നു. മനുഷ്യ, ഇതുപോലെയാണ് എൻ്റെയും നിന്റെയും ജീവിതം. ഒരു കുഞ്ഞ് പിറക്കുമ്പോഴാ കുഞ്ഞിനെ കാണാൻ എന്നാ തേജസ്, എന്നാ ഓജസ്, എന്തൊരഴക്! ആര് കണ്ടാലും വാരിയെടുത്ത് മുത്തം കൊടുക്കില്ലേ? വളരുന്നത് എത്ര വേഗം! ആദ്യം മലർന്നു കിടക്കുന്നു, പിന്നെ ചെരിയുന്നു, പിന്നെ കവിളുന്നു, പിന്നെ വട്ടം കറങ്ങുന്നു, മുട്ടുകുത്തി എഴുന്നേൽക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, വിട്ടു നിൽക്കുന്നു, പതുക്കെ നടക്കുന്നു, പിച്ച നടക്കുന്നു, പിന്നെ ഓടി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിരിക്കുന്നു, കളിക്കുന്നു. വളർച്ച എത്ര വേഗത്തില്ല! പക്ഷെ ഏത് പ്രായത്തിലും പ്രാണൻ പോയ അരിഞ്ഞ പുല്ലുപോലെ, വെട്ടിയിട്ട വാഴ പോലെ, പിന്നെ ചലനമില്ല. അത്രയുള്ളൂ. അടിവരയിട്ട് ഉറപ്പിക്കുന്നു വചനം: എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ഹല്ലേലൂയാ! ഇന്നീ പന്തലിലും പരിസരത്തും ഉച്ചഭാഷയുടെ ശബ്ദം ചെല്ലുന്ന ഇടത്തും ഇരുന്ന ഈ ശബ്ദം കേൾക്കുന്നവരാരും മണ്ടന്മാരോ മണ്ടികളോ ആണെന്ന് അച്ഛൻ വിചാരിക്കുന്നില്ല. എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. നമ്മൾ സ്വയം പറയുന്നതും അങ്ങനെയാ. ഞാനൊരു പൊട്ടനാന്ന് വിചാരിച്ചോ, ഞാനൊരു പൊട്ടിയാന്ന് വിചാരിച്ചോ, എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ, എനിക്കൊരു ബോധമില്ലാന്ന് വിചാരിച്ചോ, എന്നെ അങ്ങനെ തോപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാനൊരു പൊട്ടനല്ല, ഞാനൊരു പൊട്ടിയല്ല, എനിക്ക് ബോധമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും സ്വന്തം നാവ് കൊണ്ട് പറയുന്ന വലിയ പുള്ളികളാണ് നമ്മളൊക്കെ. ആണോ? ഇവിടുത്തെ മനുഷ്യരൊന്നും അങ്ങനെ പറയില്ല അല്ലേ? ഞാൻ ആദ്യമേ വിചാരിച്ചായിരുന്നു, പുണ്യവാളത്തികൾ ഇതറിഞ്ഞെങ്കിൽ ഞാൻ പോന്നപ്പോൾ ഒരു ധൂപകലശവും കൊണ്ടുപോകുന്നതിന്. ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധന്മാരെ എവിടെ കണ്ടാലും ധൂപം വയ്ക്കും. ഇത്രയ്ക്ക് പുണ്യവാളന്മാരെ ഇവിടെ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞ. കോതമംഗലത്തുനിന്ന് ഇത്തരം മനുഷ്യരെ കിട്ടത്തില്ല ഉറപ്പായിട്ടും. സകലരും ഞാൻ 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 എന്ന് പറഞ്ഞ് നെഞ്ചങ്ങോട്ട് വിരിച്ച് നിൽക്കുന്ന കണ്ട നെഞ്ച് പൊട്ടാൻ പാകത്തിനാണ് വിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഞാനെന്തോ ഒരു സംഭവമാണെന്നാണ് എല്ലാവരുടെയും വിചാരം. എനിക്ക് വലിയ ബുദ്ധിയുണ്ട്, ഞാൻ വലിയ പ്രസ്ഥാനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ചോദ്യം: നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? നിങ്ങൾക്ക് വിവേകമുണ്ടോ? കേൾക്കണം, ഈ രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾക്ക് വിവേകത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ
ഇത്രയും നേരം കേട്ട പച്ച പരമാർത്ഥം ചങ്കിൽ തറച്ചു കയറിയെങ്കിൽ ഇനി മുൻപിൽ സമയമേറെയില്ല എന്നത് വ്യക്തമായ സത്യമാകയാൽ ഈ രാത്രി ഈ പന്തലിലിരുന്ന് ഈ ശബ്ദപരിധിക്കുള്ളിലിരുന്ന് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാതെ തിരിച്ചു പോകരുത്. എന്തുകൊണ്ടെന്നാൽ നേരം പുലരുമെന്ന് ഉറപ്പില്ല. എന്തുകൊണ്ടെന്നാൽ നാളെ ഉദിക്കുന്ന സൂര്യനെ കാണുമെന്ന് ഉറപ്പില്ല. എന്തുകൊണ്ടെന്നാൽ ഇനി എത്ര നിമിഷങ്ങൾ പോലും ബാക്കിയുണ്ടെന്ന് അറിയില്ല. ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴാ. ഹല്ലേലൂയ. ഞാനൊരു മൂഢനല്ലായികയാൽ, ഞാനൊരു മണ്ടനല്ലായികയാൽ, മണ്ടിയല്ലായികയാൽ, എനിക്ക് ബുദ്ധിയുള്ളതിനാൽ, എനിക്ക് വിവേകമുള്ളതിനാൽ ഞാൻ തീരുമാനിക്കുന്നു 3 കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ചൂപ്പുന്നേരും പോയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് മുമ്പിൽ സമയം തീരെ മിച്ചമില്ല എന്ന് ഹൃദയത്തിൽ ഞാൻ ബോധ്യപ്പെട്ടിരിക്കയാൽ ഈ രാത്രി ഞാൻ തീരുമാനിക്കുന്ന 1ാമത്തെ തീരുമാനം, ഈ നിമിഷം മുതൽ ഞാൻ എന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഈ നിമിഷം തന്നെ ഞാൻ എന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കും. ആയതിനു വേണ്ടി എൻ്റെ ജീവിതത്തിലെ രഹസ്യമായതും പരസ്യമായതും ആന്തരികമായതും ഭൗതികമായതും ചെറുതും വലുതുമായ സകല പാപങ്ങളോടും, ആമേൻ, സകല പാപങ്ങളോടും ഈ രാത്രി ഇവിടെ വച്ച് ഞാൻ എന്നേക്കുമായി വിട പറയും. എന്തുകൊണ്ടെന്നാൽ എനിക്ക് മുമ്പിൽ നാളെ എന്നൊരു ദിവസം ഇല്ല. നാളെ മാനസാന്തരപ്പെടാൻ ആ നാളെ എൻ്റേതല്ല, ഇതെൻ്റെ സമയമാണ്. ഇപ്പോൾ എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു, ഇപ്പോഴിവിടെ വെച്ച് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കും. പരിപൂർണമായും സകല പാപത്തോടും ഞാൻ ഇവിടെ വെച്ച് വിട പറയും. നിന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയാം. നിന്റെ രഹസ്യ ജീവിതം എന്താണെന്ന് നിനക്കറിയാം. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയാം. നിന്റെ മനനമണ്ഡലത്തിൽ എന്താണെന്ന് നിനക്കറിയാം. നിന്റെ ദിനചര്യകൾ എന്താണെന്ന് നിനക്കറിയാം. നിന്റെ കണ്ണ് കാണാൻ തേടുന്നത് എന്താണെന്നും കണ്ട് ആസ്വദിക്കുന്നത് എന്താണെന്നും നിനക്കറിയാം. നിന്റെ നാവ് രുചി നോക്കാൻ ഇഷ്ടപ്പെടുന്നതും തേടിയെത്തി രുചി നോക്കുന്നതും എന്താണെന്ന് നിനക്കറിയാം. നിന്റെ കാലുകൾ നടക്കുന്നത് എവിടേക്കെന്നും നിനക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. നിന്റെ കൈകളുടെ പ്രവൃത്തിയെക്കുറിച്ച് നിനക്ക് നല്ല നിശ്ചയമുണ്ട്. നിനക്ക് മാത്രമല്ല സ്നേഹിത, അല്ല സഹോദരി, ദൈവത്തിനും നിശ്ചയമുണ്ട്. ആമേൻ. ഉള്ളും പുറവും ഉള്ളതുപോലെ അറിയുന്ന പൊന്നു തമ്പുരാന്റെ തീ പോലെ കത്തുന്ന കണ്ണിന്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്. ഒഴിഞ്ഞു പോകാൻ നിനക്ക് വഴികളില്ല. അതുകൊണ്ട് നീ തിരിച്ചറിയണം. ഇവിടെ വെച്ച് തീരുമാനമെടുത്ത് പാപത്തോട് വിട പറഞ്ഞുകൊള്ളണം. പറഞ്ഞു വയ്ക്കാൻ നമുക്ക് ഒത്തിരി പാരമ്പര്യമുണ്ട്. ഞാൻ ഇന്ന തറവാട്ടിലെ, ഇന്ന താവഴിയിലെ, ഇന്ന കുടുംബത്തിലെ, ഇന്ന പാരമ്പര്യത്തിൽ വെക്കുകയാണ്. ഞങ്ങളുടെ കാരണവന്മാർ ഇത്ര പള്ളി പണിതിട്ടുണ്ട്, ഇത്രമാത്രം ആത്മീയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര മെത്രാച്ചന്മാരും ഇത്ര അച്ഛന്മാരും ഉണ്ട്, പാരമ്പര്യമായി ദൈവദാസന്മാരുള്ള കുടുംബമാണ്. പക്ഷെ നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? നിന്റെ ഹൃദയത്തിൽ സുവിശേഷമുണ്ടോ? നീ യേശുവിന് ജീവിതം കൊടുത്തിട്ടുണ്ടോ? നീ വിശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പാരമ്പര്യം, നിന്റെ വലിപ്പം, നിന്റെ പ്രതാപം, നിന്റെ കുടുംബ മഹിമ, നിന്റെ കുലമഹിമ നിന്നെ സ്വർഗത്തിലെത്തിക്കില്ല. നീ മാനസാന്തരപ്പെടണം. വേറെ മാർഗമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, തിരുത്തപ്പെട്ടേ മതിയാകൂ. ഈ രാത്രി വിവേകമുള്ളവർ തീരുമാനിക്കട്ടെ സകല പാപത്തോടും വിട പറയാൻ. ആമേൻ. ഒരു ചോദ്യം കൂടെ. ലോകത്ത് ഒരുപാട് തരം വിഷങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് ഇന്ന് വരെ കണ്ടെത്തിയതിൽ ഏറ്റവും വീര്യം കൂടിയ വിഷം ഏതാണെന്നറിയാമോ? 2015 ആണ്ട് ജാനുവരി മാസം 1-ാം തീയതി 2000 പേർ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. സാധുവാണ് അയാൾ. ഞാൻ ചോദിച്ചു, താങ്കൾ എന്താ എഴുന്നേറ്റത്? അച്ഛൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ. അതെ, പറ, ഏതാണ് ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വീര്യം കൂടിയ വിഷം? അയാൾ പറഞ്ഞു, അച്ഛാ, പൊട്ടാസ്യം സയനൈഡാണ്. ഞാനത് സമ്മതിക്കുമെന്ന് നിനച്ച അയാൾ എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്നു. 30 സെക്കൻഡ് മൗനമായി നിന്നിട്ട് അച്ഛൻ പറഞ്ഞു, സോറി, അല്ല. അയാൾ ഞെട്ടിപ്പോയി. എനിക്കാണോ തെറ്റിയത്, അച്ഛനാണോ തെറ്റിയത്, ഞാനാണോ പൊട്ടൻ, അച്ഛനാണോ പൊട്ടനെന്ന് സ്വയം ചോദിച്ചെങ്കിലും തർക്കിക്കാൻ നിൽക്കാതെ സാധു അയാൾ അവിടെ ഇരുന്നു. പൊട്ടാസ്യം സയനൈഡ് മാരക വിഷമാണ്, പക്ഷെ ലോകം കണ്ടതിൽ ഏറ്റവും മാരകമായ വിഷമല്ല. പിന്നെ ഏത്?
കേൾക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നാട്ടിലുണ്ടോ അത്തരം ജീവി? വാലിന്റെ അറ്റം മുതൽ ശിരസിന്റെ അറ്റം വരെ കരിക്കട്ട പോലെ കറുത്ത് വിഷം മുച്ചിയ കരിമൂർക്കനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കരിമൂർക്കന്റെ വിഷമാണ് ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വീര്യം കൂടിയ വിഷം എന്ന് പാറേക്കര അച്ഛനല്ല, ലോകത്ത് ആര് വന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കേണ്ട. അതുമല്ല. പിന്നെ ഏത്? അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ വരുന്നത് കോതമംഗലത്ത് നിന്ന്. അവിടെ പെരിയാറിന് കുറുകെ ഭൂതത്താൻ കെട്ടിയിട്ടുണ്ട്. പെരിയാറിന് അക്കരെ കുട്ടമ്പുഴ തട്ടേക്കാട് ഭാഗം മുഴുവനും വനമാ. ആഴ്ചയിൽ ഒരിക്കൽ അവിടെ നിന്ന് നാട് സന്ദർശിക്കാൻ ഇറങ്ങി വരും. ആരെന്നറിയാമോ? രാജവെമ്പാല. 18-20 മണി നീളം, ശരീരം മുഴുവനും പത്തിയായി വിരിച്ച് 10 അടി 8 അടി പൊക്കത്തിൽ അങ്ങ് പൊങ്ങിയാൽ ആരെയെങ്കിലും അറ്റാക്ക് ചെയ്താലുണ്ടല്ലോ 1.5 ഔൺസ് വിഷം ഒറ്റയടിക്ക് ഒരു മനുഷ്യന്റെ നെറുകയിൽ കൊത്തിവെച്ച് കളയും. വേണ്ടി വന്നാൽ രാജവെമ്പാല ഒരാളെ കൊത്തിയാൽ പിന്നെ ചികിത്സിക്കാൻ കൊണ്ടുപോകണ്ട, 4 സെക്കൻഡിനുള്ളിൽ അവൻ ചത്തുപോകും. അത്രയ്ക്ക് മാരക വിഷമാണ് രാജവെമ്പാലയുടെ വിഷം. ലോകത്ത് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വീര്യം കൂടിയ വിഷം രാജവെമ്പാലയുടെ വിഷമത്രേ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. അതുമല്ല. നിങ്ങൾ വിചാരിക്കുന്നു അച്ഛൻ ഞങ്ങളെ കബളിപ്പിക്കുകയാണെന്ന്. ദൈവമക്കളെ, ഇനി സത്യം പറയാം. ഇതൊന്നുമല്ല എങ്കിൽ പിന്നെ ഏത്? കേട്ടുകൊള്ളണം. ആ വിഷത്തിന്റെ പേര് പാപമെന്നത്രേ. ഹല്ലേലൂയ. ആ വിഷത്തിന്റെ പേര് പാപമെന്നത്രേ. അത് മദ്യപാനമെന്നത്രേ, അത് വ്യഭിചാരമെന്നത്രേ, അത് വെറിക്കൂത്തുകൾ എന്നത്രേ, അത് മയക്കുമരുന്ന് എന്നത്രേ, അത് ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ എന്നത്രേ, അത് അസൂയയെന്നും നികളമെന്നും അഹങ്കാരമെന്നും ഞാനെന്നും ഭാവമെന്നും കലഹപ്രിയമെന്നും ഒക്കെ പേരെടുത്ത് പറയാവുന്ന ഒറ്റ പേരിൽ അറിയപ്പെടുന്ന പാപമാണ് ആ വിഷം. അതാണ് ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് മനുഷ്യജാതിയെ ബാധിച്ചതിൽ വെച്ച് ഏറ്റവും വീര്യം കൂടിയ ഏറ്റവും മാരകമായ വിഷം. ആമേൻ. അതിന് മാറ്റമില്ല. എന്താണ് കാരണം? എന്താണ് വ്യത്യാസം? പ്രിയപ്പെട്ടവരെ കേൾക്കണം. പൊട്ടാസ്യം സയനൈഡ് മാരകമായ വിഷമാണ്. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മണത്ത് നോക്കി മണം എഴുതി വെച്ചു. രുചി എന്തെന്നറിയാൻ തൊട്ട് നാവിൽ വെച്ചു. എന്നൊരു ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ. സാൾട്ടാണോ ഷുഗറാണോ എന്ന് പറയാൻ കഴിയും മുമ്പ് സെക്കൻഡുകൾക്കുള്ളിൽ അയാൾ ചത്തുപോയി. പ്രിയപ്പെട്ടവരെ, അത്ര പെട്ടെന്ന് മനുഷ്യനെ കൊല്ലുന്ന മാരകമായ വിഷമാണ് പൊട്ടാസ്യം സയനൈഡ്. പക്ഷേ പൊട്ടാസ്യം സയനൈഡ് ഒരാളുടെ ശരീരത്തിൽ ചെന്നാൽ അയാൾ മരിക്കും. പക്ഷെ ശരീരം മാത്രം. ആത്മാവിനെ തൊടാൻ പൊട്ടാസ്യം സയനൈഡിന് കരുത്തില്ല. കരിമൂർക്കൻ ഒരാളെ കടിച്ചിട്ട് തക്ക സമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരിക്കും. ശരീരം മാത്രം. ആത്മാവിനെ തൊടാൻ കരിമൂർക്കന്റെ വിഷത്തിന് കരുത്തില്ല. രാജവെമ്പാല ഒരാളെ കൊത്തിയെങ്കിൽ ചികിത്സിക്കേണ്ട, മരിക്കും. പക്ഷെ ശരീരം മാത്രം. ആത്മാവിനെ തൊടാൻ രാജവെമ്പാലയുടെ വിഷത്തിന് കരുത്തില്ല. എന്നാൽ പ്രിയ സ്നേഹിതരെ, കല്ലണ നിവാസികളെ, നിന്റെ ശരീരത്തെയും നിന്റെ ആത്മാവിനെയും ഒരുപോലെ കൊന്ന് നരകത്തിന്റെ എരുതിയിൽ തള്ളിയിടാൻ കരുത്തുള്ള ഒരേ ഒരു വിഷമേ ലോകം കണ്ടിട്ടുള്ളൂ. ആ വിഷത്തിന്റെ പേരാണ് പാപം. ഈ വിഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? കണ്ണടച്ചാൽ ഇരുട്ടാകില്ല മക്കളെ. മൗനമായിട്ടിരുന്നാൽ ഉള്ളതില്ലാതെ വരില്ല. വിവേകമുള്ളവർ ചിന്തിക്കട്ടെ. ഇത്രയും മാരകമായ വിഷം നിന്നെ ബാധിച്ചിട്ടുണ്ടോ? സ്നേഹിത, നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, നീ വേഷം കെട്ടി നടക്കുന്നു, നിന്റെ വായിൽ പാട്ടുണ്ട്, നിന്റെ കയ്യിൽ വേദപുസ്തകമുണ്ട്, നിന്റെ കുടുംബം, നിന്റെ പാരമ്പര്യം വലുതാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ മദ്യപാനമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിഷം നിനക്ക് കയറിയിട്ടുണ്ട്. നീ പുകവലിക്കുന്ന ഒരാളാണോ? നീ മയക്കുമരുന്നിന്റെ അടിമയാണോ? സഹോദര സഹോദരി, നിനക്ക് വ്യഭിചാരം എന്തുണ്ടോ? അശുദ്ധവും മ്ലേച്ഛവുമായത് കാണുന്ന ശീലം നിനക്കുണ്ടോ? നിന്റെ കണ്ണും നിന്റെ മനസ്സും മലിനമാണോ? നീ പാപത്തിന്റെ കൂത്തരങ്ങാണോ? നിന്റെ കുടുംബത്തിൽ ലഹളയും വഴക്കുമാണോ? നിന്റെ കൂടപ്പിറപ്പുമായി നീ ഭിന്നതയിലാണോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുതാപം കണ്ടെത്താൻ കഴിയുന്നില്ലേ? നിന്നിൽ സ്നേഹത്തിന്റെ ആത്മാവ് ചോർന്നുപോയോ? നീ പാപത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണോ? എങ്കിൽ ഈ വിഷം കയറിയിട്ടുണ്ട്. നീ മരിക്കും. ആത്മാവും മരിക്കും. നരകത്തിൽ പോകേണ്ടി വരും. ഹല്ലേലൂയ. ഈ വിഷം കയറിയിട്ടുള്ളവരോടൊരു ചോദ്യം: വിഷമിറക്കണ്ടേ? വേണ്ടേ? നിങ്ങൾ പറയുന്നു അച്ഛനൊന്ന് പോയി തന്നാൽ സമാധാനമായി. പോകണമെന്ന് പ്രതീക്ഷിച്ചാ വന്നത്. ഉത്തരം പറ.
വിഷമിറക്കണ്ടേ? വേണ്ടേ? ചികിത്സിക്കണ്ടേ? വേണ്ടേ? എന്താണ് ഈ പാപവിഷമിറങ്ങാനുള്ള ചികിത്സ? ദൈവമക്കളെ, ബുദ്ധിയുള്ളവർ, ജീവിക്കാൻ കൊതിയുള്ളവർ, ശരീരത്തിൽ വിഷം കയറിയെന്നറിഞ്ഞാൽ ചികിത്സിക്കാതെ ഇരിക്കില്ല, ഉറപ്പാ. വീട്ടിലേക്ക് പോകുമ്പോൾ, ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാലിലൊരു മുള്ളു കൊണ്ടത് മുള്ളാണ്. അത്രയും ഭാഗത്ത് മുറിവുണ്ടായി, ചോര പൊടിഞ്ഞു, നല്ല വേദന. ടോർച്ചടിച്ച് നോക്കിയപ്പോഴേ കാലിൽ മുറിവുണ്ട്, ചോര വരുന്നുണ്ട്. ഇത് എന്നതാണെന്നറിയാൻ ചുറ്റും ടോർച്ചടിച്ച് നോക്കിയപ്പോഴേ ഒരു കുഞ്ഞ് പാമ്പ് അതിലെ ഇഴഞ്ഞു പോകുന്നു. സത്യമായിട്ടും പാമ്പല്ല കടിച്ചത്, കാലിൽ മുള്ളു കൊണ്ടതാ. മുള്ളു തന്നെയാ മുറിവിൻ്റെ കാരണം. പക്ഷെ പാമ്പിനെ കണ്ട നിലയ്ക്ക് എന്തോ ചെയ്യും? ഓ, ഈ പാമ്പാണ് എന്നെ കടിച്ചത്, അതതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ വീട്ടിൽ ചെന്ന് ഒരു ഗുളിയും പാസ്സാക്കി, ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് ഒന്ന് ഉറങ്ങി തെളിയുമ്പോൾ വിഷം ഇറങ്ങിപ്പോക്കോളും പറഞ്ഞ് നേരെ വീട്ടിൽ പോയി കുളിച്ച് കട്ടൻ കാപ്പി കുടിക്കുമോ, അതോ എത്രയും ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു കൂട്ടി ആശുപത്രി പോവുമോ? പറ. ആശുപത്രി പോകും. എന്തേ കാര്യം? മരിച്ചു പോകുമെന്ന് ഭയമുള്ളതുകൊണ്ട്. അപ്പോൾ വിഷം കയറിയാൽ ചികിത്സിക്കണമെന്ന് കല്ലടക്കാർക്ക് അറിയാമേ? വിഷം കയറിയെന്ന് സംശയം തോന്നിയാൽ പോലും നമ്മൾ ചികിത്സ തേടും. ഉറപ്പാണേ? മിണ്ടുന്നില്ലാരും. ഉറപ്പാണ്. ഇനി വേറൊരാൾ ഭയങ്കര ചുമയാ. ചുമ എന്ന് പറഞ്ഞാൽ ചുമച്ച് ശ്വാസം മുട്ടി കണ്ണ് നിറഞ്ഞൊഴുകി കണ്ണ് കാണാൻ മേല. ഈ കക്ഷി ചുമയുടെ മരുന്ന് വാങ്ങിച്ച് കുറച്ച് കുടിച്ചിട്ട് അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ചുമച്ച് വളഞ്ഞു കുത്തി അവിടെ ചെന്ന് ഈ അലമാരി ഇങ്ങോട്ട് തുറന്നു. എന്നിട്ട് ഈ മരുന്ന് കുപ്പി ഇങ്ങോട്ട് എടുത്തു. ഈ കക്ഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കുഞ്ഞു പ്രായം മുതൽ കുപ്പിയിൽ നിന്ന് നേരിട്ട് കുടിച്ച ശീലം. ആദ്യം ഈ നിപ്പിളിട്ടാണ് കുടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നിപ്പിൾ കളഞ്ഞേച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് കുറേ കൂടെ വലുതായപ്പോൾ ഈ അടപ്പൊക്കെ കടിച്ച് കളഞ്ഞേച്ചാ കുടി. ഇവിടെ ഇരിപ്പുണ്ട് കക്ഷി. മരുന്ന് അങ്ങനെ തന്നെയാണ് കുടിക്കുക. കുപ്പീനെ കുടിക്കത്തുള്ളൂ, വേറെ ഒരു രീതിയിലും കുടിക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കക്ഷിയും മരുന്ന് കുപ്പി ഇങ്ങോട്ട് എടുത്ത് അടപ്പ് തുറന്നൊരു ഒറ്റ ഒഴിക്കല. ഈ ചുമ മാറുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷേ പ്രിയപ്പെട്ടവർ, ഈ മരുന്നങ്ങ് ഇറങ്ങിപ്പോയ വഴി വലിയ നാഷണൽ ഹൈവേ വെട്ടിക്കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ അമ്മേ, തീ കത്തുക, ചങ്ക് മുതൽ താഴോട്ട്. ഇയാൾ ഞെട്ടിപ്പോയി, കണ്ണു വേഗം തുടച്ചു. ഈ മരുന്ന് ഞാൻ രാവിലെ കുടിച്ചപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ, ഇത് എന്നതാ ഞാൻ ഈ കുടിച്ച മരുന്ന്? നോക്കുമ്പോൾ തുറന്ന അലമാരി മാറിപ്പോയി. അപ്പുറത്തെ ഷെൽഫാ തുറന്നത്. അതിനകത്തിരുന്ന വെള്ളം ചേർക്കാത്ത ആസിഡായി ഈ പുള്ളി എടുത്ത് കുടിച്ചത്. ആ കക്ഷി എന്തോ ചെയ്യും? ഈ മരുന്ന് ഞാൻ കുടിച്ച നിലയ്ക്ക് ഇനി ആയുസ് ചുമയ്ക്കൂല. കട്ടിലേക്ക് ഒരു മൂടിപ്പോച്ചങ്ങ് കിടന്നേക്കാമെന്ന് വിചാരിക്കുമോ? 108 വിളിക്കുമോ? 108 എന്നാ എന്നായിരിക്കും ഇപ്പോൾ ചോദിക്കുന്നത്. ഞാൻ ഇനി വരുമ്പോൾ തൂക്കുറ്റിയും കൊണ്ടേ വരത്തുള്ളൂ. ഇത്രയും വിശുദ്ധരാന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ, ആശുപത്രി പോവോ? കുടിച്ചത് ആസിഡാണെന്നറിഞ്ഞാൽ കട്ടിലേക്ക് കയറി കിടന്നുറങ്ങുമോ? ആശുപത്രി പോവോ? ശരീരത്തിൽ വിഷം കയറി എന്നറിഞ്ഞാൽ, മരണകരമായി വല്ലതും കയറി എന്നറിഞ്ഞാൽ ഒരു ക്ഷണം താമസിക്കാതെ ചികിത്സ തേടുവാൻ മാത്രം ബുദ്ധിയുള്ള ഞാനും നിങ്ങളും ഇത്രയും മാരകമായ പാപവിഷം ജീവിതത്തിൽ കയറി താണ്ഡവ നൃത്തമാടിയിട്ടും ഒരു കൂസലുമില്ലാതെ കിടന്നുറങ്ങാൻ മാത്രം മണ്ടന്മാരും മണ്ടികളുമാണോ നിങ്ങൾ? ചികിത്സിക്കണ്ടേ? വേണ്ടേ? എന്താണ് ചികിത്സ? കുമ്പസാരിക്കണം പ്രിയപ്പെട്ടവരെ, കുമ്പസാരിക്കണം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ ചക്രവർത്തി വരച്ചിട്ട വരി ഇങ്ങനെയാണ്: തന്റെ ലംഘനങ്ങളെ, തന്റെ പാവങ്ങളെ, തന്റെ അകൃത്യങ്ങളെ മൂടിവെക്കുന്ന ഒരുവനും ശുഭം വരികയില്ല. ഇല്ല ഇല്ല അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാലോ കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ്